എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, ആ ഒരു രീതിയിൽ ഫോട്ടോ എടുക്കാം, അതുപോലെ തന്നെ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ആക്കി മാറ്റുന്നത് എന്നൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പഴത്തിൻ്റെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. അധികം ടൈറ്റിൽ നെപ്പിക്കണം, അല്ലെങ്കിൽ ഇത് താണു പോകും. അതുകൊണ്ട് നന്നായി ടൈറ്റിൽ തന്നെ വെക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഓരോരോ വിടവുകളാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. എങ്ങനെ ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കാം. Are you happy now? ഇതിൽ നേരെ സ്നാപ്സീഡ് എടുക്കുക. അതിൽ പോയിട്ട് നിങ്ങൾ എടുത്തു വെച്ച ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇതിൽ ഹീലിംഗ് എന്ന് പറയുന്നൊരു ടൂൾസ് ഉണ്ടാവും. ഈ ഒരു ടൂള് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് മായ്ച്ച് കളയേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളയുക. നന്നായി സൂം ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മായ്ച്ച് കളയുന്ന ഭാഗം കൂടുതലായിട്ട് അവിടെ മായഞ്ഞു പോകും. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നന്നായി സൂം ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മായഞ്ഞു പോയാൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കൊടുത്താൽ ആദ്യത്തെ ആ ഒരു മോഡലിലേക്ക് വരും. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഭാഗം കട്ട് ചെയ്ത് പോയാലൊന്നും നിങ്ങൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഇവിടെയും കൂടെ കുറച്ചുകൂടെ നമുക്ക് മായ്ച്ച് കളയാനുണ്ട്. ചില സ്ഥലങ്ങൾ, അതായത് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ ഇതുപോലത്തെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നന്നായി സൂം ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു ഭാഗം കട്ടാവുകയുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഒന്നായിട്ട് തന്നെ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു മുകളിലുള്ള ഭാഗം കൂടി ഈ ഒരു താഴെ ആയിട്ട് വരും. അതുകൊണ്ട് ഒരു ഇതിൽ തന്നെ മുഴുവനായിട്ട് മായ്ച്ച് കളയാൻ ശ്രമിച്ചാൽ മതി. എന്നാൽ കറക്റ്റായിട്ട് അവിടെ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു മുകൾ ഭാഗത്തും ഇപ്പം ഒരു വായുവിൽ നിൽക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇനി കുറച്ചുകൂടെ ഇതിന് ബ്ലറൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലെൻസ് ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസിൽ ഇവിടെ ഈ ഒരു ഇത് നേരെ റൊട്ടേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ഏത് ഇതാണ് ഫോക്കസ് ചെയ്യുന്നത് അതിന് രീതിയിൽ അത് നന്നായിട്ട് ക്ലിയർ ആകുന്ന രൂപത്തിൽ വെച്ചെടുക്കും. അതിനുശേഷം ഇവിടെ ബ്ലറിങ്ങിൻ്റെ സ്ട്രെങ്ത്തൊക്കെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലറിങ്ങിൻ്റെ എത്രത്തോളം ബ്ലറിങ് വേണമെന്നുള്ള അത് കൂട്ടാം. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തേക്ക് വരുന്ന ഈ ഒരു ഇതുകൂടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ആക്കിയിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇത് കളർ ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ലൈറ്റ് റൂമിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരുപാട് ബ്രൈറ്റ്നസ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫിൽറ്ററൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഇതിൽ ടൂൾസിൽ ടോൺ ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും ഇതിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ലൈറ്റ് റൂമിൽ നിന്നാകുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈറ്റിൽ ചെയ്യാൻ പറ്റും.
ഈ ഒരു രീതിയിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങളുടെ എത്രത്തോളം ഇത് കഴിവുണ്ട് അത്രത്തോളം ഈ ഒരു ഇതിൽ മികച്ച രീതിയിലുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് റിസൾട്ടായിട്ട് കിട്ടും. ഇതുപോലെ സേവ് ചെയ്തിട്ട് നേരെ ലൈറ്റ് റൂമിലേക്ക് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്കാക്കി മാറ്റുവാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് തംബ്ലൈനിൽ കണ്ട പോലെ തന്നെ പേസ്റ്റും ബ്രഷും ഉള്ള ഒരു ഫോട്ടോ ആണ്. ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നൂലെടുത്തിട്ട് നിങ്ങളൊരു ഈ ഒരു ബ്രഷ് എന്തെങ്കിലും മുകളിൽ കെട്ടി വെക്കണം. അതുപോലെ തന്നെ ഏത് ഷേപ്പിലാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ. ഇതൊരു പേസ്റ്റും ബ്രഷും മാത്രമല്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ തേങ്ങയുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഷേപ്പിലെടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് സാധനമാണോ ഉപയോഗിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് കെട്ടി വെക്കുക. നിങ്ങൾ 2 നൂല് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുമ്പോൾ ബ്രൈറ്റ്നസ് കുറച്ച് എടുക്കുക. എന്നാൽ നല്ലൊരു ക്ലാരിറ്റിയിൽ കിട്ടും. ബ്രൈറ്റ്നസ് കൂട്ടിയെടുക്കുമ്പോൾ പിന്നീട് നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. പക്ഷേങ്കിൽ ബ്രൈറ്റ്നസ് കുറച്ച് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷാർപ്പായിട്ടുള്ളൊരു ഫോട്ടോ കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ഫോക്കസും കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം നേരത്തെ എടുത്ത പോലെ തന്നെ ഹീലിംഗ് എടുക്കുക. ഹീലിംഗ് എടുത്തിട്ട് നൂലൊക്കെ മായ്ച്ച് കളയുക. നല്ല രീതിയിൽ സൂം ചെയ്ത് ചെയ്യുന്നതാണെങ്കിൽ നല്ലൊരു ഷാർപ്പായിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നൂലിൻ്റെ അവിടെയൊക്കെ കട്ടായി പോയോ, അതുപോലെ തന്നെ നമ്മൾ ഏത് വസ്തുവാണോ അതിൻ്റെ സൈഡൊക്കെ കട്ടായി പോയൊക്കെ കാണാം, ചിലപ്പോൾ കട്ടായി പോവും. അതുകൊണ്ട് നല്ല രീതിയിൽ സൂം ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ബ്ലറിംഗ് ഒക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും സ്നാപ്സീഡിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ലൈറ്റ് റൂമിൽ നിന്ന് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അത് ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്നാപ്സീഡിലും ഒരുപാട് ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. ഫിൽറ്ററൊക്കെ ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് ലെൻസ് ബ്ലർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്ത് നിങ്ങൾക്ക് സൈഡൊക്കെ ബ്ലർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തായാലും ഒരു ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ അതിൻ്റെ ടൂൾസും കാര്യങ്ങളും മാത്രമാണ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് തരാൻ പറ്റുന്നത്. ഒരു ഡയലോഗ് ഉണ്ടേനും ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പഠിപ്പിച്ച് തരാൻ പറ്റില്ല, പഠിക്കാനേ പറ്റുമെന്നുള്ള. അതുപോലെ തന്നെ ആണ് ഇതും. അതെങ്ങനെ ചെയ്യാമെന്നുള്ളൊരു രീതിയാണ് പറഞ്ഞു തരുന്നത്. ഇനി നിങ്ങളെ കഴിവിനനുസരിച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.